സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ നാളായി ഞാൻ ഒരുത്തനെ പിടിച്ച് റോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഇന്നലെ റോസ്റ്റ് ചെയ്ത് സൂപ്പർ സ്റ്റാറുകളെ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. സൂപ്പർ സ്റ്റാർ ആണോ? ഇരിക്കട്ടെ. സൂപ്പർ സ്റ്റാറുകളെ പിടിച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് അതങ്ങ് തീർക്കാം. നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചുന്ദരികളുടെ എല്ലാം ക്രഷ്, സെലിബ്രിറ്റികളുടെ എല്ലാം പേടി സ്വപ്നം, ലാലേട്ടൻ്റെ ഏക എതിരാളി, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് അലിൻ ജോസ് പെരേര. ഓക്കെ, അപ്പോൾ നമുക്ക് അലിൻ ജോസ് പെരേര ഇന്ന് വറുത്തടിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തേരെ, ഷെയർ ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അലിൻ ജോസ് പെരേര റോസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേരയ്ക്ക് മർദ്ദനം. ആറാട്ടണ്ണന് പിറന്നാൾ ആശംസകൾ നേരാൻ എത്തിയതായിരുന്നു പെരേര. അലിൻ ജോസ് അണ്ണന് മർദ്ദനോ? എന്തോത്തിനാ? ആറാട്ടണ്ണന്റെ ബർത്ത്ഡേക്ക് പോയപ്പോഴോ? ഉള്ളയാന്നോടെ ഇത്? ഇങ്ങനെ വലിയ നേർച്ച കാണാൻ കൊടുത്തിട്ടുണ്ടോ? ദിവസം 2 ഇടി വെച്ച് മേടിക്കാന്ന്. പാവ അണ്ണ അവിടെ പോയി കിടന്ന് വലിയ നന്മവരം കളിച്ചിട്ട് അങ്ങ് വൈറലാവാന്ന് വിചാരിച്ചേ. പക്ഷെ ഇങ്ങാരും ഞാൻ കണ്ടൊരു പ്രത്യേകത ഞാൻ പറയട്ടെ. മണ്ടത്തരം വിറ്റ് കാശാക്കാനുള്ളൊരു മൈൻഡ്. പക്ഷെ ആ മണ്ടത്തരത്തിന് കിട്ടുന്ന സാലറി അങ്ങാര് പറഞ്ഞ ഒരു ദിവസം അങ്ങർക്ക് 10,000 രൂപ സാലറി. ഓരോരുത്തർ ഇവിടെയൊക്കെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകി പണിയെടുക്കുമ്പോൾ അവരുടെ ശമ്പളം 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ. ഇങ്ങനെ എവിടെങ്കിലും പോയി കിടന്ന് മണ്ടത്തരം കാണിച്ചിട്ട് ഇങ്ങാരുടെ ശമ്പളോ 10,000 രൂപ. ഇത് ലൈറ്റ് ഉണ്ട് എടാ, ലൈറ്റ് ഉണ്ട്, നീ എടുത്തോ. അപ്പൊ നമ്മളൊരു ചേട്ടൻ നമുക്ക് സഹായമായിട്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് കഴിയാവുന്ന സഹായം നമ്മുടെ അത്യാവശ്യം പൈസ ഉണ്ടെന്ന് അറിയാം, ലക്ഷങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സഹായം നമ്മളെ കഴിയാവുന്ന. പുള്ളിക്കാരൻ എന്ത് ഉദ്ദേശിച്ച? കോമഡിയാന്നോ? പുള്ളിക്കാരൻ കോമഡി ഉദ്ദേശിച്ചെങ്കിൽ സത്യം പറഞ്ഞ ഈ കോമഡിക്കാന്ന് 10,000 രൂപ ഡെയിലി വെച്ച് കൊടുക്കുന്നേ. അയാളെ എനിക്കൊന്ന് കാണണമല്ലോ. ഒന്നും പറയാൻ ഒക്കത്തില്ല പുള്ളിക്കാരനെ. കാരണം എന്താണെന്നറിയോ? ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള വ്യക്തിയാ. ജിഗിള് 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 അലിൻ ജോസിന് ഫാൻസ് ഡാ, മാസ്ഡാ, സാധാരണക്കാരനായ റിവ്യൂവറിനും ഫാൻസ് ഡാ, അലിൻ ജോസിന് ഫാൻസ് ഡാ. സിനിമ നടന് കിട്ടുന്ന അതേ പ്രശസ്തി അംഗീകാരം. എത്ര രൂപ ഇവരുടെ ശമ്പളം? ഒരു 150 രൂപ ഒരു ബിരിയാണിയും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മലയാളിയും പോവുകയെ കൂട്ട്. അഥവാ ഇതൊന്നും അല്ല, അയാൾ പൈസ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി നിന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി വന്ന് നിന്നെയാ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാതെ പുള്ളിക്കാരൻ അതിന്റെ പുറകെ ഒരു പാട്ടും കൂടെ അങ്ങ് ഇറക്കി. Hi all, I am Alin Jose Pereira. Tomorrow my friend and my fanboy Munshid wedding day. I wish you. വെഡിങ് ഡേ ആയിരുന്നാ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. പുള്ളിക്കാരൻ ഇതേവിട്ട് വീഡിയോ ഇറക്കുമ്പോൾ അടിയിലൊരു വെഡിങ് ഡേ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യമായി, വായിച്ചെങ്കിലും മനസ്സിലാക്കാം. കറക്റ്റ് ആ പടം കണ്ടോ? ആദരാഞ്ജലി കൂട്ടുണ്ട്. Friend and my fanboy Munshid wedding day. I wish you a gigantic and fantastic. അവർക്കിനി വെഡിങ് ഡേയും വേണ്ട, ഒന്നും വേണ്ട. ആകപ്പാട് വർഷത്തിൽ വരുന്നൊരു വെഡിങ് ഡേയും കുളമാക്കി കയ്യിൽ കൊടുത്ത്. പുള്ളിക്കാരന് ഈ വെഡിങ് ഡേയോടും ബർത്ത്ഡേയോടും ഒക്കെ അങ്ങ് വലിയ വാശിയും ദേഷ്യവും ആണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പറഞ്ഞങ്ങ് ഇറക്കുവോ? ഇനി തിരക്കി നടക്കുവോന്ന് ഇങ്ങനത്തെ വെഡിങ് ഡേയോ ബർത്ത്ഡേയോ വല്ലതും ഉണ്ടോ എന്ന് വിഷ് ചെയ്ത് കുളമാക്കാൻ വേണ്ടി. ഇനി അലിൻ ജോസ് പെരേരയുടെ ഉള്ളിലെ മധുര ഗായകനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം, നീ നല്ല സിന്ദൂര സൂര്യോദയം, പാദസരം കിലുങ്ങുന്ന. ആ പാട്ടെഴുതിയ പുള്ളിക്കാരെ ഇങ്ങാരോട് എന്ത് തെറ്റ് ചെയ്ത്? ആ പാട്ട് എനിക്ക് ഒന്നുകൂടെ കേൾക്കണം. ആ പാട്ടെഴുതിയ പുള്ളിക്കാരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കും. ഇങ്ങനെ ഒരു പാട്ട് എഴുതിയതിന് ഒന്നാന്തരം ഒരു പാട്ട്. ഇത് മതി, ഇത് കറക്റ്റ്. ഇത് ഇതാകുമ്പോ പ്രായത്തിനൊത്ത പാട്ട്, ക്യാരക്ടറിനൊത്ത പാട്ട്. എന്തായാലും കൊള്ളാം. അടുത്ത വീഡിയോ കാണാം. ഓ, അലിൻ ജോസ് പെരേര ബുള്ളറ്റ് ഓടിക്കുന്നു.
സത്യം പറഞ്ഞ നേരത്തെ പാടിയ പാട്ടും ക്യാരക്ടറും എല്ലാം കൂടെ വെച്ച് നോക്കാൻ പറ്റില്ല. പിള്ളേർ ഓടിക്കുന്ന 3 വീലുള്ള സൈക്കിളായിരുന്നു പുള്ളിക്ക് കറക്റ്റ്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം പുള്ളി വെൽ ട്രെയിൻഡ് ആണ്. കറക്റ്റ് സ്ഫടിക സിനിമയിലെ ലാലേട്ടൻ ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുവരുന്ന കൂട്ടുണ്ട്. അലിൻ ജോസിന്റെ ഓരോരോ കോമഡികളെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ബുക്ക് എഴുതാം. അലിൻ ജോസ് പെരേരയുടെ 101 ഫലിതങ്ങൾ. എന്തായാലും അടുത്ത വീഡിയോ ആണ്. അലിൻ ജോസ് പെരേര പിന്നെ പാടാൻ കർപ്പൂരോ. ഓക്കെ, അടുത്ത റീല്. ഇതാരുടെ ഇത്? അലിൻ ജോസ് ആണോ? എന്താ ഈ ഡയറക്ടറിനാണ് ബുദ്ധിയുള്ളത്. ഇത് ഏത് ഷോർട്ട് ഫിലിം ആണെങ്കിലും ആ സിനിമ എടുത്ത ഡയറക്ടറിനാണ് ബുദ്ധിയുള്ളത്. കറക്റ്റ് ആയിട്ട് അങ്ങാർക്ക് ഒരു ക്യാരക്ടർ കൊടുത്ത് ഈ ഒരു ഡയറക്ടറെ ഉള്ളു ഞാൻ നോക്കിയിട്ട്. അത് പറഞ്ഞില്ലെന്ന് വേണ്ട, എൻ്റെ വകയും എൻ്റെ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ വകയും അലിൻ ജോസ് അണ്ണന് വലിയൊരു കൺഗ്രാജുലേഷൻസ്. പുള്ളിക്കാരുടെ വിവരക്കേടുകൾക്ക് ഒരു അതിർത്തിയും ഇല്ല, ഒരു അതിരുവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ എല്ലാം കൂടെ കുത്തിക്കയറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. അതിൽ നിന്ന് അങ്ങ് അറ്റം പോയ കുറേ വിവരക്കേടുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. ലൈക്ക് അടിച്ചു തരണേ, കഷ്ടമുണ്ട്. സബ്സ്ക്രൈബും ചെയ്തേരെ, ബെല്ലിൽ ഞെക്കി ഓൾ എനേബിൾ ചെയ്തിട്ടേ, എന്നാലേ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്. ഇൻസ്റ്റേ ഫോളോയും ചെയ്യണം ഈ ഐഡിയിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.